അപ്പോൾ ഹേ ഗൈസ്, അപ്പോൾ സിലൂഷൻ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ നിന്നാണ് ചത്തത്, കുറച്ച് സാധനമൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. നമ്മൾ ഓഫ് ക്യാമറ മൈനിങ്ങിലായിരുന്നു. ഫുള്ള് അറിയാം എൻചാൻറ്റ് ചെയ്തത് ആർമർ, പിന്നെ ടൂൾസ്, പിന്നെ സിറ്റ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ സർപ്രൈസ് കാത്തുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബേസിലെത്തി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ടൂൾസും ആർമറൊക്കെ എൻചാർജ് ചെയ്തു. ഫയർ പ്രൊട്ടക്ഷൻ, ഗ്ലാസ് പ്രൊട്ടക്ഷൻ, പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ, അത്യാവശ്യം എല്ലാ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ സോഡിൽ ഷാർപ്നെസ് 4ഉം അൺബ്രേക്കിംഗ് 3യും, ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് 3, ഫോർച്യൂൺ എഫിഷ്യൻസി 5. ഇതിൽ ബെയിൻ ഓഫ് എഫിഷ്യൻസി 4ഉം. പിന്നെ നമുക്ക് സിൽക്കച്ചിൻ്റെ ഒരു പിക്കാക്സും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടാണുള്ളത്. പിന്നെ നമ്മളിതാ അപ്പോൾ നമ്മുടെ കുതിൽ നമ്മൾ വേറെ ഒന്നിനെ കണ്ടുപിടിച്ചതാക്കി, ഫർണസ് വരെ അടച്ചിട്ട് ഇതാക്കി. പിന്നെ എൻചാൻറ്റിങ് ടേബിൾ റെഡിയാക്കി വെച്ചു. നമ്മൾ മുകളിൽ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്തു. ഇത് ലൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. നെതർ പോർട്ടൽ ലൈറ്റ് ചെയ്തു. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലിൻ്റെ കാര്യം മറന്നു. നേരത്തെ ചത്തേരം കയ്യിലുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ ചെസ്റ്റ് റൂം ആക്കി. ഇത് വുഡിൻ്റെ ഐറ്റംസ്, ഇത് ബുക്സ്, ഇത് സ്റ്റോൺ ഐറ്റംസ്, ഇത് ആർമറിൽ നമുക്ക് ഇതും വെച്ചാൽ നമ്മളെ പാൻസ് കത്തിപ്പോയില്ലേ ആർമറിൽ. പിന്നെ ഷീൽഡ് വന്നോട്ടെ. പിന്നെ ലാവ ബക്കറ്റ് ഏത് പോട്ടെ. പിന്നെയാണ് നമ്മളെ ടൂൾസ് വരുന്നത്. ടൂൾസിൽ വലിയ കച്ചറ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, പിന്നെ ഇത് കുറേ ഇതുണ്ട്. പിന്നെ ഫുഡ്, ഇത് എത്രയും പോക്ക് ചോപ്പ് കിട്ടി നോക്കി വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെയാണ് നമ്മളെ മെയിൻ സാധനം വരുന്നത്. ആർ യു റെഡി ഫോർ ദിസ്? ടാടാ! ഇത് ഞാൻ സിൽക്ക് വെച്ച് ആദ്യം ഇത് മൂന്നും സാധാ പിക്കാക്സ് വെച്ച് മൈൻ ചെയ്ത് ഒരു ഓറ്. പിന്നെ ഞാൻ വിചാരിച്ചു സിൽക്ക് വെച്ച് മൈൻ ചെയ്തിട്ട് നിങ്ങളെല്ലാവരെയും കൂടെ എത്ര എണ്ണം കിട്ടുന്നു നോക്കിയിട്ട് മൈൻ വിചാരിച്ചു. അതുകൊണ്ടാണ് സിൽക്ക് ടച്ച് കൊണ്ടുള്ള പിക്കാക്സ് കൊണ്ട് ഇതാക്കിയത്. രാവിലെ നമുക്ക് നമ്മളെ വീടിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഡയമണ്ട് ഡോർ എടുത്തു. അത് നമുക്ക് ഡീപ് സ്ലൈറ്റ്, ഡീപ് സ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അയണിൻ്റെ ഇതൊന്നും എന്താ പറയുക എൻജോയ് ചെയ്യണ്ടായിരുന്നല്ലേ, നഷ്ടമായിപ്പോയി. വെറുതെ 60 ലെവൽസ് നോക്കി. 25 ഇത് മൈൻ ചെയ്യുമ്പോഴത്തേക്ക് 30 ആവും. സ്റ്റാക്ക് ഡയമണ്ടായി. മൈൻ അപ്പോൾ 2 സ്റ്റാക്കും 3 ഡയമണ്ടും. അപ്പം 46 10 56 ഓർന്ന് 2 സ്റ്റാക്ക് കിട്ടി. ഇനി നമുക്ക് ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയാൽ ഫുൾ സെറ്റ്.
നമുക്ക് ആർമറല്ലേ ഇത് രണ്ടും അതിൻ്റെ അകത്തില്ല. ലാപ്പിസ് ലസൂയി. എന്നിട്ട് ആർമർ ഒരു കൈപ്പിച്ചില്ല. ലെവൽസ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു മോഫാം ഉണ്ടാക്കണം എന്തായാലും. തൽക്കാലം എനിക്ക് ആ പോക്ക് ചോപ്പ് എങ്ങനെ കിട്ടിയെന്ന് നോക്കണം, കാണിച്ചു തരാം. അതിന് മുന്നേ ഈ സാമഗ്രികളൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ. ബ്ലോക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കാണിച്ചു തരാം. ഇത് ഓഫ് ക്യാമറയിൽ ഇപ്പം നമ്മൾ കുറച്ച് പിഗിനെ കൊണ്ടുവന്നു. ഇവിടുന്ന് ഈ ഗ്രാസ് മൊത്തം കഷ്ടപ്പെട്ട് ഇങ്ങോട്ടാക്കി. പിന്നെ നമ്മുടെ ഫാം ചെയ്ത ക്യാരറ്റ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ബ്രീഡ് ചെയ്ത് ഞാൻ ഫുള്ള് ബ്രീഡിങ്ങിലായിരുന്നു. അയ്യോ, ഇതൊരു കാർപ്പറ്റ് വെച്ചില്ലല്ലോ. ബ്ലോക്ക് വെച്ച് കയറുക. ഫുഡ് മെല്ലെ സ്കൂട്ടാൻ നോക്കണ്ട. ഇത് നമുക്ക് ചെസ്റ്റിലിടാം. ഓക്കെ, നമ്മൾ ഇതാണ് ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ വീട് എന്തിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോണിൽ രണ്ടും കളയുക. നമുക്ക് മുകളിൽ പോവാം. അയ്യോ, ഷീൽഡ് എൻചാൻറ്റ് ചെയ്തേക്കാതെ. ഷീൽഡ് എൻചാൻറ്റ് ചെയ്യാനാവോ? ലതുയി ഇല്ല, ഷീൽഡിന് ബുക്ക് വേണം ഗൈസ്. കുഴപ്പമില്ല. നമുക്കിനി ഒരു വില്ലേജ് ബ്രീഡറായ നമ്മളന്ന് ഈ വീടിൻ്റെ പണിക്കേണ്ട സ്റ്റോണ് മൈൻഡ് ചെയ്തിടത്തിൽ വില്ലേജർ ബ്രീഡറാക്കണം. ക്ലിക്ക്. ഇങ്ങനെ എനിക്ക് ഫ്ലോയിൽ അങ്ങനെ പോകുന്നത് സുഖമായിരിക്കും. ഇത് വെക്കാൻ ഏറ്റവും വലിയ പണിയാണ്. ഈ യൂട്യൂബേഴ്സ് ഇതൊക്കെ ഞാൻ യൂട്യൂബർ ആയില്ല, ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിൽക്കുന്നില്ല.
നമ്മളുടെ അവസാനത്തെ ബ്ലോക്ക് കഴിഞ്ഞു. നമ്മുടെ മേൽക്കൂരയുടെ പണി ഏകദേശം കഴിഞ്ഞ്. ബാൽക്കണി അതൊക്കെ എന്താ ഇവിടെ അത് കുഴപ്പമില്ല. ബാക്കിൽ നമുക്ക് സ്റ്റോൺ വെക്കാം. ബാക്കിൽ ഡീപ്പ് സ്ലൈറ്റ് ആക്കിയാലോ? ബാക്കിൽ എന്ത് വെക്കും? ബാക്കിൽ നമ്മൾ എന്ത് വെക്കും? സ്റ്റോൺ വെച്ചാലോ? ബാക്കിൽ സ്റ്റോൺ വെക്കാം. ഇത് മൈൻക്രാഫ്റ്റിൽ ഹാർഡ് കോറിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത് സമ്മതിക്കണം. എത്ര നേരം കുത്തിരുന്ന് മൈന് വേണ്ടിയില്ലേ, റിസോഴ്സസിന് വേണ്ടിയിട്ടില്ല. ഞാനൊക്കെയാണ് പണിക്ക് നിൽക്കൂല. നമ്മുടെ വീട് പണി കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി നെതറിൽ പോകാനുള്ള പരിപാടി. അതിന് മുന്നേ നമുക്ക് ബുക്സ് പോയിട്ട് പവർ 1 എടുക്കുക. ടൂൾസയുടെ അടിപൊളി ക്രോസ് ബോണ്ട് എടുക്കുക. ക്രോസ് ബോ എൻജോയ് ചെയ്യാനാവില്ല. അപ്പം നമുക്ക് ലാപ്പിസ് എടുക്കാം. ശരി, ഭഗവാനെ നല്ല എന്തെങ്കിലും കിട്ടണേ. അൺബ്രേക്കിംഗ് 1 ഓക്കെ. അത് മതി. നിലനിർത്തട്ടെ. ഇനി നമുക്ക് ബുക്സ് പോയിട്ട് ഇതിൻ്റെ തന്നെ വെക്കുക. സിൽട്ട് ജയില് വേണോ? വരുന്നോട്ടല്ലേ.
വേരോസ് ഇല്ലാണ്ട് ഞാൻ എന്താക്കാനാ പറ്റി? 16,000 മതിയാവോ? തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഫുഡുണ്ട്, അത്യാവശ്യം ബ്ലോക്കും ഉണ്ട്, പിക്കാക്സ്, സോഡ് എല്ലാം ഉണ്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു ദ നെതർ ഗൈസ്. ഇങ്ങനെ ഇളകുക. ഇതൊക്കെ വിയാൽ കളിക്കുമ്പോൾ നെതറിൽ പോകുമ്പോൾ ലാസ്റ്റ് കളിച്ചിട്ട് കണ്ണ് കിടന്ന് ആഡ് ചെയ്യുക. പച്ചത്തെ എനിക്ക് തോന്നി എന്തോ ഇതുണ്ട്. അയ്യോ, ഈ വുഡ് എടുത്തിട്ട് വന്ന് എപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്താൽ പോരെ. ഇതിനെക്കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. What is this? Pretty. Leg. apa jatuhnya? Tantan tebal. Makanya fortress apa? Itu coordinates mana kan? Show coordinates. Show day played. വയലിൽ എത്രയാ പോണം? നമുക്കിപ്പോൾ നെതറിൽ പക്ഷേ ഓവർ വേൾഡ് പോയിട്ട് അപ്പോൾ ഗായ്സ് നമ്മൾ
അപ്പോൾ നമ്മൾ ഏകദേശം നെതർ നമ്മളെ ആദ്യമൊക്കെ കഴിയേനിപ്പോൾ. ഞാൻ എൻഡർമാനെ കൊന്നതാ ഓർമ്മയുള്ളൂ എനിക്ക്. അപ്പോഴത്തേക്ക് പിന്നെ വന്നൊരു മാഗ്മ ഒരൊറ്റ ചവിട്ട് നേരെ രാവിലേക്ക് എന്തോ ഭയത്തിന് എൻ്റർപോൾ എടുത്ത് തരുന്നതുകൊണ്ട് 2 ഹാർട്ടിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. സ്റ്റേ ട്യൂൺഡ് ഗായ്സ്.